ഹായ്, ഞാൻ വിജയലക്ഷ്മി. വെൽക്കം ടു R4V ഗാർഡൻ. ഇതാണ് വെങ്ങേരി വഴുതനങ്ങ. ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് വെങ്ങേരി വഴുതനങ്ങയെ കുറിച്ചുള്ളതാണ്. ധാരാളം ചെടിയിൽ കായ്ക്കുന്ന ഒരു വഴുതനങ്ങയാണിത്. വെങ്ങേരി വഴുതനങ്ങ നടാനായിട്ടുള്ള മണ്ണ് നമുക്ക് എങ്ങനെ ഒരുക്കാൻ നോക്കാം. എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക്, മണ്ണിര കമ്പോസ്റ്റ്, അടിവെള്ളമായിട്ട് കോഴിവെള്ളമാണ് എടുത്തിരിക്കുന്നത്. ഡോളോമൈറ്റ് ചേർത്ത് ഒരു 5 ദിവസം വെയിൽ കൊള്ളിച്ച മണ്ണാണ് എടുത്തിരിക്കുന്നത്. ഇനി വളങ്ങളെല്ലാം കൂടി മിക്സ് ചെയ്ത് നന്നായിട്ട് എടുക്കാവുന്നതാണ്. അടിവളമായി നമുക്ക് ആട്ടിൻ വളമോ ചാണകം പൊടിയോ ഒക്കെ തന്നെ ഉപയോഗിക്കാവുന്നതാണ്. കമ്പോസ്റ്റും ഒക്കെ ചേർത്ത് നടാവുന്നതാണ്. നല്ല ഫലഭൂയിഷ്ടമായിട്ടുള്ള മണ്ണിൽ വേണം നമ്മുടെ ചെടിയെ നമുക്ക് നടാനായിട്ട്. ഇത് വെങ്ങേരി വഴുതനത്തിൻ്റെ വിത്താണ്. ഇത് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന മണ്ണിലോട്ട് പാവി കൊടുക്കാവുന്നതാണ്. മുളവിൻ്റെ ചീരയുടെ വിത്തുകൾ പാവുന്ന പോലെ തന്നെ നമുക്കിതിനെ പാവി കൊടുക്കാം. അതിനുശേഷം ഒരു ചെറിയ കമ്പ് ഉപയോഗിച്ച് നമുക്ക് ഇതിനെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. എന്നിട്ട് നമ്മൾ വെള്ളം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കണം. വെള്ളം സ്പ്രേ ചെയ്ത് വേണം ഇതിന് നനയ്ക്കാനായിട്ട്. ഒരു 2-3 ദിവസം കഴിയുമ്പോഴത്തേക്കും തന്നെ ഇതെല്ലാം തന്നെ മുളച്ച് വരുന്നതാണ്. ഇത് അല്പം വലുതായ വഴുതനങ്ങ ചെടിയാണ്. ഇത് വെങ്ങേരി വഴുതനങ്ങയാണ്. നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഇതിൻ്റെ ഇലകളിലൊക്കെ തന്നെ മുള്ളുണ്ട്. സ്യൂഡോമോണസ് ഒരു 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയതിന് ശേഷം ചെടികളുടെ ഇലകളിലും തണ്ടിലും ചുവട്ടിലും ഒക്കെ തന്നെ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഒരു 10-15 ദിവസം കൂടുമ്പോൾ നമ്മളിത് ചെയ്ത് കൊടുക്കണം. ചെടിക്ക് നല്ല രോഗപ്രതിരോധ ശേഷി കൈവരാനാണ് സ്യൂഡോമോണസ് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നത്. സ്യൂഡോമോണസ് ഒഴിച്ചു കഴിഞ്ഞ് ഒരു 7 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത വളപ്രയോഗം ചെയ്യാവുന്നതാണ്. ചെടി നല്ല തഴച്ച് വളരാനും അതുപോലെ തന്നെ ഇപ്പോൾ പൂക്കളൊക്കെ ഉണ്ടായി കായായി കഴിഞ്ഞാൽ അത് നല്ല തൂക്കം വെക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് കഞ്ഞിവെള്ളവും കടലപ്പിണ്ണാക്കും അല്പം ശർക്കരയും ചേർത്ത ഒരു വളം ഉണ്ടാക്കി ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അതിന് നമ്മൾ നേർപ്പിച്ച് വേണം ഒഴിച്ചു കൊടുക്കാൻ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ ചെടിയിൽ നിന്ന് നമുക്ക് വിളവ് ലഭിക്കുന്നതാണ്. കൂടാതെ പച്ചച്ചാണകം നമുക്ക് കടലപ്പിണ്ണാക്കും ചേർത്ത് ഒരു 5 ദിവസം പൊളിപ്പിച്ചതിന് ശേഷം അതിനെ നേർപ്പിച്ച് ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുത്താൽ നല്ല റിസൾട്ടാണ് കാണുന്നത്. ഈ വെങ്ങേരി വഴുതനങ്ങയുടെ ഒരു തൈ വെച്ച് പിടിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ദിവസേനയുള്ള ആവശ്യത്തിനുള്ള വഴുതനങ്ങ ഒരു ചെടിയിൽ നിന്ന് തന്നെ നമുക്ക് പറിച്ചെടുക്കാനായിട്ട് സാധിക്കും. ഇതിൻ്റെ ഒരു കായുടെ വലിപ്പം എന്ന് പറഞ്ഞാൽ നല്ലതായിട്ട് വലിപ്പവും വയ്ക്കും. അത്യാവശ്യം തൂക്കമുള്ള ഒരു വഴുതനങ്ങയാണ്. വഴുതനങ്ങ ചെടിയുടെ മണ്ണൊരുക്കുമ്പോൾ എപ്പോഴും നമ്മൾ കുമ്മായിട്ട് ട്രീറ്റ് ചെയ്ത മണ്ണിൽ വേണം ചെടി നടാനായിട്ട്. അതിന് അടിവളമായിട്ട് നമുക്ക് കോഴിവളമോ ആട്ടിൻവളമോ ഒക്കെ ചേർക്കാവുന്നതാണ്. കമ്പോസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് കമ്പോസ്റ്റും ചേർക്കാം. പിന്നെ മണ്ണിലൂടെയുള്ള രോഗങ്ങളെ തടയാനായിട്ട് നമുക്ക് ചെടി നടുമ്പോൾ തന്നെ വേപ്പിൻ പിണ്ണാക്ക് മണ്ണിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ ഇടയ്ക്ക് നമുക്ക് വളപ്രയോഗം ചെയ്യുമ്പോഴും വേപ്പിൻ പിണ്ണാക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇതിൻ്റെ വിത്തുകൾ നമുക്ക് നഴ്സറിയിൽ നിന്നൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് സാധിക്കും. ഒരു പ്രാവശ്യം വിത്ത് വാങ്ങിയാൽ മതി. പിന്നെയുള്ളത് നമുക്ക് നമ്മുടെ ചെടിയിൽ കായ വരുമ്പോൾ ആദ്യം ഉണ്ടാകുന്ന കായകളൊക്കെ മാറ്റി കഴിഞ്ഞിട്ട് പിന്നെ ഉണ്ടാകുന്ന 1-2 എണ്ണം വിത്തിന് നിർത്തിയാൽ മതി. നമുക്ക് വീട്ടിലെത്തിക്ക് ആവശ്യമായിട്ടുള്ള വിത്തുകളൊക്കെ തന്നെ നമുക്ക് സ്വന്തമായിട്ട് ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ സാധിക്കും. പുഴുക്കത്തൊന്നും ഇല്ലാണ്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ പൂ വിരിഞ്ഞ് കഴിയുമ്പോൾ തന്നെ അത് കായായിട്ട് മാറുമ്പോൾ അതിൽ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവർ നമ്മൾ ഇട്ട് കൊടുക്കേണ്ടതാണ്. ഇതെല്ലാം കവറിട്ട് വെച്ചിരുന്നതാണ്. ഇപ്പോൾ വീഡിയോയ്ക്ക് വേണ്ടിയിട്ടെല്ലാം മാറ്റിയിട്ടുള്ളതാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു കായ് പോലും പുഴുവൊന്നും കുത്താതെ നല്ല രീതിയിൽ തന്നെ നമുക്ക് കിട്ടുന്നതാണ്. ഇപ്പോൾ 2 ദിവസം മഴയൊക്കെ കാരണം ടെറസിൽ വരാൻ വേണ്ടി പറ്റില്ല. അപ്പോഴത്തേക്ക് ഇതിൻ്റെ ഇലകളൊക്കെ തന്നെ പുഴുക്കളെല്ലാം തിന്നിട്ടുണ്ട്. ഇതുപോലത്തെ പുഴുക്കളാണ് നമ്മുടെ വഴുതനങ്ങ ചെടിയിൽ പ്രധാനമായിട്ടും ഇലകളൊക്കെ തന്നെ തിന്ന് നശിപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിനെ കാണുകയാണെന്നുണ്ടെങ്കിൽ ഇതിനെ ഒന്ന് നശിപ്പിച്ച് കളഞ്ഞതിന് ശേഷം നമുക്ക് വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം ചെടികളുടെ ഇലകളിലൊക്കെ തന്നെ സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇതുപോലെ ഒരു 5 അല്ലി വെളുത്തുള്ളി നമുക്ക് എടുക്കാം. അത്യാവശ്യം വലിയ സൈസാണ് ഇത് വന്നിട്ട് 3-4 എണ്ണം. അപ്പോൾ ഇത്രയും എടുത്തിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് അടിച്ചെടുക്കാം. അപ്പോൾ അല്പം വെള്ളം ഒഴിച്ച് മിക്സിയുടെ ജാറിലിട്ടിട്ട് അടിച്ചെടുത്തതാണ് വെളുത്തുള്ളിയുടെ നീരാണിത്. ഒരു 5 ml വേപ്പെണ്ണയും ഒരു 2 ml സോപ്പ് സൊല്യൂഷനും കൂടി എടുക്കാം. ഈ 3 മിശ്രിതത്തെയും 1 ലിറ്റർ വെള്ളത്തിൽ നേർപ്പിച്ച് വേണം കലക്കി ചെടികളുടെ ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം നമ്മൾ ചെടികൾ സ്പ്രേ ചെയ്യുന്നതിന് മുന്നേ ചെടികളുടെ ഇലകളൊക്കെ തന്നെ ഇങ്ങനെ ഒന്ന് നനച്ച് കൊടുക്കേണ്ടതാണ്. അപ്പോൾ നന്നായിട്ട് നനച്ച് കൊടുത്തതിന് ശേഷം വേണം നമ്മുടെ ഇലകളിൽ ഇത് വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം നമുക്ക് ചെടിയുടെ ഇലകളിൽ
സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇലകളുടെ മുകൾ ഭാഗത്തും അടിഭാഗത്തും നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കണം. എപ്പോഴും നമ്മളിത് സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ കഴിവതും വൈകുന്നേരങ്ങളിൽ ചെയ്ത് കൊടുക്കണം, ഇല്ലെങ്കിൽ രാവിലെ ചെയ്ത് കൊടുക്കണം. വൈകുന്നേരം ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചെടികളുടെ ഇലകളിൽ ഒത്തിരി നേരം ഇത് പറ്റിപ്പിടിച്ചിരിക്കുന്നതാണ്. സോപ്പ് സൊല്യൂഷൻ ചേർക്കുന്നതിലൂടെ ഈ വേപ്പെണ്ണ ചെടികളുടെ ഇലകളിൽ നന്നായിട്ട് തന്നെ പറ്റിപ്പിടിച്ചിരിക്കും. ചെറിയ രീതിയിലുള്ള കീടശല്യം ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം ചെടികളുടെ ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമ്മുടെ ചെടിയിൽ ഒരു കീടശല്യം ബാധിക്കേണ്ട എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിതൊരു ആഴ്ചയിൽ 2 പ്രാവശ്യം കലക്കിയിട്ട് ചെടികളുടെ ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുത്താൽ ഒരു കീടശല്യം തന്നെ ഉണ്ടാകുന്നതല്ല. ചിലപ്പോൾ മഴയൊക്കെ കാരണം നമുക്ക് ചെടികളുടെ ഇലകളിൽ ഇത് സ്പ്രേ ചെയ്ത് കൊടുത്താലും അതെല്ലാം തന്നെ ഒഴുകി പോകുന്നതാണ്. അപ്പോൾ മഴ കഴിഞ്ഞിട്ടുള്ള ദിവസങ്ങളിൽ നമുക്കിത് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്. വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം തളിച്ചതിന് ശേഷവും കീടനിയന്ത്രണം ഒട്ടും സാധ്യമാകുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വിവേറി 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി ചെടികളുടെ ഇലകളിലും തണ്ടിലും ഒക്കെ തന്നെ സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്. വിവേറി 20 ഗ്രാം എന്ന് പറയുന്നത് ഒരു തീപ്പെട്ടി കൂടിൽ കൊള്ളാവുന്ന അത്രയുമാണ്. അത്രയും പൊടി രൂപത്തിൽ കിട്ടുന്നതാണ് ഞാൻ പറയുന്നത്. അത് എടുത്തതിന് ശേഷം നമുക്ക് 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി ചെടികളുടെ ഇലകളിലും തണ്ടിലും ഒക്കെ തന്നെ സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇങ്ങനെ ഒരു 2 പ്രാവശ്യമൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നല്ല രീതിയിൽ തന്നെ നമുക്ക് കീടനിയന്ത്രണം സാധ്യമാകുന്നതാണ്. പിന്നെ ഗ്രോ ബാഗ് നിറയ്ക്കുമ്പോൾ എപ്പോഴും പകുതി ഭാഗം നിറച്ച് ചെടി നട്ടതിന് ശേഷം നമുക്കിങ്ങനെ ഫില്ല് ചെയ്ത് കൊണ്ടുവരാവുന്നതാണ്. ഒരു 10 ദിവസം കൂടുമ്പോൾ നമ്മൾ ചെടിയുടെ ചുവട്ടിൽ എന്തെങ്കിലും വളപ്രയോഗം ചെയ്ത് കൊടുക്കണം. നമ്മുടെ വീട്ടിലുള്ള വളങ്ങൾ വെച്ചിട്ട് ചെയ്താൽ മതി. നമുക്ക് ചെടിയുടെ ചുവട്ടിൽ ജൈവ സ്ലറി ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അതുകൂടാതെ നമുക്ക് നമ്മുടെ പച്ചക്കറി വേസ്റ്റിൻ്റെ സ്ലറി ഉണ്ടാക്കിയിട്ട് അത് നേർപ്പിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇപ്പം ചെടിയിലെ പൂക്കളൊക്കെ തന്നെ കൊഴിഞ്ഞു പോകുന്നുണ്ടെങ്കിൽ നമുക്ക് ചാരം ഇട്ട് കൊടുക്കാവുന്നതാണ്. ചെടികളുടെ ചുവടിൽ ചാരം ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പൂക്കളൊന്നും കൊഴിയാതെ വിരിയുന്ന പൂക്കളൊക്കെ തന്നെ കായായി ലഭിക്കുന്നതാണ്. കൂടാതെ ഇതിന് നല്ല സൂര്യപ്രകാശം ആവശ്യമായിട്ടുള്ള ഒരു ചെടിയാണ്. നല്ല വെയിലുള്ള സ്ഥലത്ത് നമുക്ക് വെക്കാവുന്നതാണ്. പിന്നെ ഈ ചെടി വളർന്നു വരുമ്പോൾ കായൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്കൊരു താങ്ങ് കൊടുക്കാം, ഇല്ലെങ്കിൽ എന്തെങ്കിലും സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഇതുപോലെ കയർ വെച്ച് ഒന്ന് കെട്ടി വെക്കാവുന്നതാണ്. ഇല്ലെങ്കിൽ കാറ്റടിക്കുമ്പോഴെല്ലാം തന്നെ ഒടിഞ്ഞു വീഴുന്നതാണ്. ഒത്തിരി കാലം നിലനിൽക്കുന്ന ചെടി ആയതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ ചുവട്ടിൽ കുമ്മായി ഇട്ട് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. ഒരു 3-4 വിളവെടുപ്പ് കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു വലിയ സ്പൂൺ കുമ്മായം ചെടികളുടെ ചുവട്ടിൽ ഇട്ട് കൊടുക്കാവുന്നതാണ്. എങ്കിലേ പിന്നെയും നമുക്ക് നന്നായിട്ട് തന്നെ കായ്കളൊക്കെ തന്നെ ഉണ്ടായി കിട്ടുകയുള്ളൂ. ഇനി ചെടിയുടെ ഇലകളുടെ അടിഭാഗത്ത് നമുക്ക് വെള്ളീച്ച, മില്ലിമൂട്ട എന്നിവയെ പോലുള്ള കാണുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ചെറിയ കോട്ടൺ പീസ് ഉപയോഗിച്ച് അവയെല്ലാം തുടച്ച് മാറ്റി കഴിഞ്ഞിട്ട് നമുക്ക് വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വേഗത്തിൽ തന്നെ കീടനിയന്ത്രണം സാധ്യമാകുന്നതാണ്. വൈതന കൃഷിയും അതിൻ്റെ പരിപാലനം എന്ന് പറയുന്നത് വളരെ ഈസിയാണ്. അപ്പോൾ കൃഷി സ്നേഹിക്കുന്നതിൻ്റെ എല്ലാ കൂട്ടുകാരും വീട്ടിൽ ഒരു ചെടിയെങ്കിലും വെച്ച് പിടിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് തരിക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. താങ്ക്